ഓക്കെ, നല്ല വെയിലുണ്ടാവാമല്ലോ നടക്കട്ടെ. എന്താണെന്നറിയോ, കണ്ണിക്ക് നല്ല വെയിലടിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് പാത്രങ്ങളെല്ലാം കഴുകാണ്ട് കുറച്ച് പാത്രങ്ങളുണ്ട്. ഇന്നലെ ഞാൻ കുറച്ച് മാമ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാണിച്ചു തരാം. കണ്ടു ഗൈസ്, ഞാൻ ഇന്നലെ കുറച്ച് അധികം മാമ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വെച്ചിട്ട് മേടിച്ചതാണ് കേട്ടോ. നല്ല നല്ല സ്മെല്ലും നല്ല പുളിമാങ്ങ. എന്ത് മാങ്ങയെന്നറിയില്ല, ഇത് മൂവാണ്ടനാണോ എന്തോ എനിക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു വന്നത് ഇന്ന് ഇതുണ്ടാക്കുന്നത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാന്ന്. എനിക്ക് തോന്നുന്നു കുറേ ഇത് കഴിച്ചിട്ട്. പിന്നെ എനിക്കിത് ഉണ്ടാക്കാനും അറിയില്ല, അതൊന്നാമത്തെ സത്യം. അപ്പം ഞാനത് യൂട്യൂബ് നോക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ചധികം പാത്രങ്ങളുടെ അതെല്ലാം കഴുകി വെക്കാൻ പോവാട്ടോ. പകുതി ഞാൻ കഴുകി ഇപ്പം അങ്ങോട്ട് എടുത്ത് വെച്ചേ ഉള്ളൂ, പകുതിയും കൂടി ഉണ്ട്. അപ്പം പിന്നെ നിങ്ങളൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ എനിക്ക് തോന്നുന്നു ചെറിയ കുഞ്ഞുങ്ങളും ഉണ്ട്, വലിയ ആളുകളും ഉണ്ട്, അമ്മമാരുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ എല്ലാവരോടും കുറേ അധികം വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനുണ്ട്. നിങ്ങളെ ചുമ്മാ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ സംസാരിച്ചും കൊണ്ടിരിക്കുന്നത്. പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് ആ പാത്രങ്ങളുടെ കലപ്പില സൗണ്ട് കേട്ടോണ്ട് ഞാൻ സംസാരിക്കണതൊന്നും അങ്ങോട്ട് ക്ലിയർ ആയിരുന്നില്ല. അതുകൊണ്ടാട്ടോ ഞാൻ അതിലേക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി തോന്നും. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വ്യൂസിന് ഒരിക്കലും ബോറടിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതേ നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകിട്ടോ. പിന്നെ ഞാനിത് ഇന്നലെ ദോശ കല്ലിൽ ഇത്തിരി മുട്ട ഓംലേറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ കഴുകാണ്ട് അങ്ങോട്ട് വെച്ചതാണ്. അപ്പോൾ അതിനകത്ത് നിറച്ച് കടിക്കണ ഉറുമ്പായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതെല്ലാം കളഞ്ഞിട്ട് കയ്യോടെ അതങ്ങ് കഴുകി വെച്ചു. ഇനി നമ്മൾ സിങ്കും കൂടി കഴുകിയിടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് വീഡിയോയിൽ ചോദിച്ചായിരുന്നു, ചേച്ചി എങ്ങനെയാണ് സിങ്ക് ഇങ്ങനെ ക്ലിയർ ആയി വെക്കുന്നതെന്ന്. ഞാനിങ്ങനെ പാത്രം കഴുകണതിൻ്റെ ഒപ്പം കൂടെ കഴുകി വെക്കും കേട്ടോ. സിങ്കും കൂടി നല്ല പോലെ ഒന്നല്ലെങ്കിൽ കമ്പിച്ചകരി ഇട്ടിട്ട് കഴുകി വെക്കും, എല്ലാ ദിവസവും മറക്കാതെ. അതുകൊണ്ടാട്ടോ അതിങ്ങനെ ക്ലിയർ ആയിട്ടിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കിച്ചണും കൂടി ഒന്ന് ക്ലീൻ ആക്കി ഇട്ടു കേട്ടോ. ഇനി നമുക്ക് അടുത്ത പണികളെല്ലാം നോക്കാം. ഇത് ഞാൻ പുതിയതായി വാങ്ങിച്ച ദോശക്കല്ലാട്ടോ. അപ്പം ഞാൻ ഈ ദോശക്കല്ല് മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാളിങ്ങനെ എണ്ണ പുരട്ടി വെക്കും. നല്ലെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പം നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ തേച്ചേക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ദോശക്കല്ല് പെട്ടെന്ന് അങ്ങോട്ട് മയങ്ങി കിട്ടും. മറ്റേ അവിടെ ഈ വീട്ടിൽ എത്ര ഡസ്റ്റ്ബിൻ ഉണ്ടെങ്കിലും വേസ്റ്റ് എല്ലാം അതിൻ്റെ പുറത്തു കൂടെ കേട്ടോ കിടക്കുക. ഞാനല്ല ഇങ്ങനെ ചെയ്യുന്നത്. വീട്ടിലെ അത്തൂസ് അതേപോലെ ചേട്ടായി ഇവരൊക്കെ വന്നിട്ട് ചോക്ലേറ്റ് മിഠായിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അത് നേരെ ഡസ്റ്റ്ബിന്നിലോട്ടാണ് അവർ ഇടുന്നത്. പക്ഷെ പോകുന്നത് നേരെ അതിൻ്റെ പുറത്തേക്കും. അതുകൊണ്ട് എന്താ, രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ ഒരു പണിയാണ് എനിക്ക്. അങ്ങനെ അടുക്കളയും കൂടി കൂട്ടി അടിച്ചു വാരിയിട്ട് പിന്നെ നമ്മൾ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി കളഞ്ഞു. ഇനി നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിന് ഉള്ളിലാണെങ്കിൽ കുറച്ച് പച്ചക്കറികൾ മാത്രമേ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ. ക്യാരറ്റ്, ബീൻസ്, അങ്ങനെയൊക്കെ കേട്ടോ. ഞാനാണെങ്കിൽ സാമ്പാറിൽ മത്തനാണ് ഇടാറ്. മത്തനില്ലാതെ എനിക്കൊരു കളിയില്ല. പക്ഷെ ഇന്ന് മത്തൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് 2 വലിയ തക്കാളിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പുളിക്ക് വേണ്ടിയിട്ടാണ്. പുളി നമ്മളങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല. ഇനി പച്ചക്കറികളുടെ തോലെല്ലാം കളയുകയാണ്. ആ കായ അങ്ങനെ പകുതിയായിട്ട് ഇരിക്കണം. എന്താണെന്നറിയോ, കഴിഞ്ഞ ദിവസം നമ്മൾ കായ ബജ്ജി ഉണ്ടാക്കിയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പകുതി കഷ്ണമായിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കളയണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ ഈ സാമ്പാറിലിടുന്നത്. കായ ഞാൻ അങ്ങനെ സാമ്പാറിലിട്ടിട്ടില്ല. എങ്ങനെ ആവുന്നൊന്നും എനിക്കറിയാം, വലിയ പിടുത്തമില്ല കേട്ടോ. നമ്മുടെ ലിയോ കുട്ടന് ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പം ഇത്രയും പച്ചക്കറികളൊക്കെ കൊടുക്കലുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇച്ചിരി കൂടുതൽ എടുക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം വീഡിയോനകത്ത് ഒരു പുള്ളിക്കാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു, കട്ടിംഗ് ബോർഡ് ഇല്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. എനിക്കിങ്ങനെ കയ്യിൽ കട്ട് ചെയ്തിട്ട് ശീലമായി. മുടി എങ്ങനെയെങ്കിലുമൊക്കെ വളരട്ടെ എന്നുള്ള ആക്രാന്തത്തോടെ കേട്ടോ ഇത്രയും കറിവേപ്പില വലിച്ചു വാരിയിടുന്നത്. പിന്നെ ഒന്നാമത് നിര വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഈ കറിവേപ്പില കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിര പോകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ആവട്ടെ, ഈ കറിവേപ്പില കടിച്ച് തിന്നുന്നതിൽ കടിച്ച് ചവയ്ക്കുന്നതിൽ കുഴപ്പമില്ലടാ. പക്ഷെ കടിച്ചിങ്ങോട്ട് ഇറക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, വല്ലാത്തൊരു എന്തോ എനിക്കിഷ്ടമല്ല കറിവേപ്പില. പക്ഷേ ഇഷ്ടമല്ലാതെ ഞാൻ കഴിക്കുന്നത് മുടി വളരാൻ വേണ്ടി മാത്രം. അതൊക്കെ കണ്ട് വിശ്വസിച്ച് ചെയ്ത് എന്നെ പറഞ്ഞാൽ പോരെ. സവോള അരിയാട്ടോ. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലടാ, നാവ് വെളിയിലിട്ട് സവോള അരിഞ്ഞു കഴിഞ്ഞാൽ കണ്ണരിയില്ലെന്ന്. അപ്പം ഞാൻ ഇപ്പം അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു മക്കളെ, സവോളയാണോ കണ്ണരിയോ ഉറപ്പാണ്.
ഞാൻ അതല്ല അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് മുറിക്കുകയാണെങ്കിൽ കണ്ണ് എരിയില്ല ഉള്ളി. പക്ഷെ വെള്ളത്തിലിടുന്നതിന് മുന്നേ എന്തായാലും ഇതിന്റെ തൊലി പൊളിക്കണല്ലോ, അപ്പൊ എന്തായാലും കണ്ണ് എരിയും. അപ്പൊ നമ്മളത് സഹിക്കുക, അല്ലാതെ ഒന്നും ചെയ്യാല്ലോ. അപ്പോൾ അതേ രണ്ടാമത്തെ കുപ്പിയാട്ടോ നിറച്ച് കുടിക്കുന്നത്. ഈ ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് അറിയാം, നമ്മളിങ്ങനെ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നല്ല വിശപ്പാവും. അപ്പോൾ ഈ വിശപ്പ് വരുന്ന സമയത്ത് നമുക്കൊന്നും വാരി വലിച്ച് തിന്നാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വെള്ളമാണ് നമ്മുടെ ശരണം. അപ്പോൾ ലിയോക്കുട്ടൻ നല്ല ഉറക്കമാണ്, അതുകൊണ്ട് അവന് രാവിലത്തേക്കുള്ള കുറുക്ക് ഞാൻ ഇപ്പം തന്നെ അങ്ങ് കുറുക്കി വെക്കുക കേട്ടോ. അതാവുമ്പോൾ കറക്റ്റ് കുഞ്ഞ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഹീറ്റൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ കുറുക്കൊക്കെ ഇങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ ആ ഒരു സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് നമ്മുടെ പരിപ്പ് കുക്കറിൽ നിന്ന് തെറിച്ച വെള്ളമൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് കറയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനത് കയ്യോടെടുത്ത് അങ്ങ് തുടയ്ക്കുകയാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനത് വിട്ടുപോയിട്ട് പിന്നെ തുടയ്ക്കാതെ അത് അങ്ങനെ ഇരുന്ന് അത് വൃത്തികേടായി പെട്ടെന്ന് തന്നെ നാശമായി പോവും. അപ്പം അതങ്ങ് കയ്യോടെ ക്ലീനാക്കി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ സാമ്പാർ വെച്ച സ്ഥിതിക്ക് ദോശ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു മാവ്, ഞാനത് തണുപ്പെല്ലാം പോകാൻ വേണ്ടി അങ്ങ് എടുത്ത് വെച്ചു. തണുപ്പെല്ലാം മാറിയപ്പോൾ ദോശ ചൂടുകയാണ് കേട്ടോ. അത്തൂസിന് വേണ്ടിയിട്ടുള്ള ദോശയാണ്, കട്ടില്ലാത്ത ദോശ. രാവിലെ ആയിക്കഴിഞ്ഞ് ഈ കരിയിലക്കിളികൾ ഇങ്ങനെ വന്ന് കിളി 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 ഇങ്ങനെ പറയും, അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടത് കേട്ടോ. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ അമ്മമ്മ പറയുമായിരുന്നു, ഈ പാമ്പൊക്കെ വരുമ്പോഴത്ര അങ്ങനത്തെ കിളികൾ ഇങ്ങനെ കടന്ന് സൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഞങ്ങളുടെ ഈ ഇരിക്കുന്ന വീട്ടിൻ്റെ ചുറ്റും നിറയെ പാമ്പുകളുള്ള സ്ഥലം കേട്ടോ. അത് പലതരം പാമ്പുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ പേടിച്ചിരിക്കുമായിരുന്നു, ജനലിൽ കൂടെ ഇങ്ങനെ നോക്കുമായിരുന്നു എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടോ എന്ന്. കാരണം ഒരു ദിവസം ഞാൻ ജനലിൻ്റെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്യണ സമയത്തുണ്ട് ഒരു അടിപൊളി പാമ്പുകൂട്ടം ഇങ്ങനെ വന്ന് തലയാട്ടി നിൽക്കുന്നു. എൻ്റെ പൊന്നു കാര്യം അന്ന് ഞാൻ പേടിച്ച് ചത്തില്ലാന്നുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇതേ 2 ദോശ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത്തൂസിന്. അവൾ കഴിച്ചാൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. ഒരു ദോശ കഴിപ്പിക്കും എങ്ങനെയെങ്കിലും, രണ്ടാമത്തെ ദോശ കഴിക്കുമെന്ന് സംശയമാണ്. ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് കഴിക്കും, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ പരിപ്പും പച്ചക്കറികളെല്ലാം വെന്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ലിയോക്കുട്ടനുള്ളത് അങ്ങ് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ സാമ്പാർ പൊടിയും കൂടി ഇടുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് മൂത്ത ആ ഒരു സ്മെല്ല് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കൂട്ടുകളെല്ലാം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ സാമ്പാർ റെഡിയാണ്. ഉപ്പുണ്ടോ എന്നും കൂടി നോക്കി ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തായിരുന്നു. ലാസ്റ്റ് മല്ലിയിലയും കൂടി വിതറിയിട്ട് ഒന്നങ്ങോട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വെച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. രാവിലത്തെ പരിപാടി സാമ്പാറൊക്കെ വെച്ചു, നമ്മുടെ 2 ദോശയൊക്കെ ഉണ്ടാക്കി. ഇപ്പം രാവിലെ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിച്ചായിരുന്നു, ഡേറ്റ് ആയതുകൊണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു സ്മൂത്തി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. അതുകൊണ്ട് ആ ദിവസം മാത്രം ഉണ്ടാക്കിയത് കേട്ടോ. ഇപ്പോൾ സാമ്പാർ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു തോരൻ, എന്തെങ്കിലും ഒരു ഫ്രൈ ഉണ്ടാക്കി നമുക്ക് ചിന്തിക്കും. ചോറ് അതാ അടുപ്പത്തായി വെച്ചിട്ടുണ്ട് കുക്കറിൽ. പിന്നെ അതിലെയോ കൂട്ടുള്ള സംഭവം. അതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ. സാമ്പാർ തിളയ്ക്കുമ്പോൾ നല്ലൊരു മണം വരില്ലേ, ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട്സ്, നമ്മുടെ അപ്പൊ അതെ ഓൾമോസ്റ്റ് എന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴാട്ടോ നമ്മുടെ ലിയോക്കുട്ടൻ എഴുന്നേറ്റത് അല്ലേ. അവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അയ്യോ, കൊച്ചിന് നമ്മള് റാഗിയൊക്കെ കുളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി റാഗിയൊക്കെ കഴിക്കാല്ലേ. എത്ര മണിയായിരുന്നു വല്ല ബോധം ഉണ്ടാവോ? 10 മണിയായി. ഈ സമയത്താണ് ഇവിടെ എഴുന്നേക്കണത്. അപ്പൊ ഗൈസ് അങ്ങനെ വാവക്കുട്ടൻ എഴുന്നേറ്റു കേട്ടോ. അത്തൂസ് ഉറങ്ങാണ്. അപ്പൊ വാവക്കുട്ടൻ ഇനി കഴിക്കാനൊക്കെ കൊടുക്കട്ടെ കേട്ടോ ഞങ്ങള്. അപ്പൊ അത്രയ്ക്കുള്ളൂ രാവിലത്തെ നമ്മുടെ പരിപാടികള്, കലാപരിപാടികള് അല്ലേടാ. പറ പറടാ, ബായ് പറ. അടുത്ത വിശേഷമൊക്കെ ആയിട്ട് നാളെ കാണുന്നതായിരിക്കും. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ.